2020 കാലഘട്ടമാണിത്. അപ്രതീക്ഷിതമായാണ് ഭൂമിയിൽ ഒരു ഉൽക്ക വന്ന് പതിക്കുന്നത്. ഭൂമിയെയും അതിലുള്ള ജീവജാലങ്ങളെയും മൊത്തത്തിൽ നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു പ്രത്യേക ഉൽക്കയാണത്. US ഗവൺമെൻറ്റും ചില പ്രത്യേക സംഘടനകളും മാത്രമേ ഈ ഉൽക്കയുടെ വരവിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ. ഉൽക്കയുടെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ നിർമ്മിച്ച ഒരു പ്രത്യേക വാസസ്ഥലമാണ് ഗ്രീൻലാൻഡ്. പക്ഷെ അവിടേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. അതിലൊരാളാണ് നമ്മുടെ നായകൻ ജോണും അവൻ്റെ കുടുംബവും. ഗ്രീൻലാൻഡിലേക്കുള്ള അവരുടെ യാത്രയും ഭൂമിയുടെ അവസാനവും അവരുടെ ഭൂമിയിലുള്ള അതിജീവനവും കാണിക്കുന്ന ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് 2020 പുറത്തിറങ്ങിയ ഗ്രീൻലാൻഡ്. അമേരിക്കയിലെ ഫ്ലോറിഡ എന്ന നഗരത്തിൽ അവിടുത്തെ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു എഞ്ചിനീയറാണ് നമ്മുടെ നായകൻ ജോൺ. ഫ്ലോറിഡ നഗരത്തിലെ ബിൽഡിങ്ങുകളും അതിൻ്റെ വർക്കുകളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ജോണാണ്. അവിടെ പണി തീരാനുള്ള വലിയൊരു ബിൽഡിങ്ങിന് മുകളിൽ തൻ്റെ കോവർക്കറുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ജോൺ. ബിൽഡിങ്ങിൻ്റെ പണി തീരാനുള്ള താമസവും അതിനെപ്പറ്റിയുള്ള ചില സംസാരങ്ങളായിരുന്നു അവർ തമ്മിൽ. ബിൽഡിങ്ങിൻ്റെ പണി എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ വർക്കറോട് സംസാരിക്കുകയാണ് ജോൺ. അവിടുത്തെ ജോലിയെല്ലാം അവസാനിച്ചതിന് ശേഷം ജോൺ അവൻ്റെ കാറിൽ തിരികെ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി അവൻ്റെ കാറിലെ റേഡിയോയിൽ നിന്ന് അവരൊരു വാർത്ത കേൾക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഇൻ്റർസ്റ്റെല്ലർ കൊമറ്റ് നമ്മുടെ ഭൂമിയെ പാസ് ചെയ്തു പോകും. അതെന്ത് തരത്തിലുള്ള ഉൽക്കയാണെന്നും അതിനെപ്പറ്റിയുള്ള എല്ലാ തരത്തിലുള്ള വിവരങ്ങളുമാണ് ആ റേഡിയോയിലുള്ള ന്യൂസിൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അധികം താമസിക്കാതെ തന്നെ ജോൺ അവൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷം ജോൺ അവൻ്റെ വീട്ടിൽ കയറാനായിട്ട് ആദ്യമേ ഒന്ന് മടി കാണിക്കുന്നുണ്ട്. താല്പര്യമില്ലാതെയാണെങ്കിലും അവൻ്റെ വീട്ടിലേക്ക് കയറിയതിനു ശേഷം അവൻ ആദ്യമേ കണ്ടത് അവൻ്റെ വൈഫ് എല്ലിയെയാണ്. രാവിലത്തേക്കുള്ള എക്സസൈസും വർക്കൗട്ടും എല്ലാം ചെയ്യുകയായിരുന്നു എല്ലി. ജോൺ എല്ലിയുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ള സംഭാഷണം അത്ര സുഖകരമായ രീതിയിലല്ലായിരുന്നു. അവർ തമ്മിൽ പല കാര്യങ്ങളിലും പൊരുത്തക്കേട് കാണിച്ചാണ് സംസാരിക്കുന്നത്. അതിനിടയിൽ തന്നെ അവരുടെ മകൻ നേതൻ്റെ ബർത്ത്ഡേ പാർട്ടിയെ പറ്റിയുള്ള സംസാരവും അവർ അവിടെ നടത്തി. ബർത്ത്ഡേ പാർട്ടിക്കായിട്ട് അയൽവക്കക്കാരും ബന്ധുക്കളുമായിട്ട് കുറച്ചേറെ പേർ നമ്മുടെ വീട്ടിലേക്ക് വരും. അവരെല്ലാവരെയും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് എല്ലി ജോണിനോട് പറയുകയാണ്. രണ്ടുപേരും തമ്മിലുള്ള സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും അവർ തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല പോകുന്നത് എന്ന്. ആ സമയത്താണ് അവരുടെ മകൻ നേതൻ ഓടി വരുന്നത്. നേതൻ അവൻ്റെ അച്ഛൻ ജോണിനെ കണ്ടിട്ടാണ് ഓടി വന്നത്. നേതനെ കണ്ട ജോൺ അവനെ വാരി പൊളരുകയാണ്. അച്ഛനെ കണ്ട സന്തോഷത്തിൽ നേതൻ അവൻ്റെ അച്ഛനെ അവൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതിനുശേഷം അവൻ വരച്ച പടങ്ങളെല്ലാം അവൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നു. അവസാനമായി വരച്ച ഒരു കൊമറ്റിൻ്റെ പടവും അവൻ്റെ അച്ഛൻ അവൻ കാണിച്ചു കൊടുക്കുന്നു. വാർത്തയിൽ കൂടെ തന്നെ ഒരു കൊമറ്റ് നമ്മുടെ ഭൂമിയെ പാസ് ചെയ്തു പോകുന്നു എന്ന വാർത്ത നേതനും അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നേതൻ ആ ഒരു കൊമറ്റിൻ്റെ പടം വരച്ചിരുന്നു. ആ ഒരു പടമാണ് അവൻ്റെ അച്ഛനെ അവൻ കാണിക്കുന്നത്. നേതനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ആ കട്ടിലിൽ കിടക്കുമ്പോൾ ആ പയ്യൻ്റെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള ഒരു സംവിധാനം ഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേതൻ എന്ന ആ പയ്യൻ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഇൻസുലിൻ്റെയൊക്കെ സഹായത്തോടെയാണ് ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അവർ കട്ടിലിൽ കിടക്കുമ്പോഴാണ് നേതൻ ഒരു കാര്യം ജോണിനോട് ചോദിച്ചത്. അവൻ്റെ അച്ഛൻ്റെയും അവൻ്റെ അമ്മയുടെയും വേർപിരിയലിനെ കുറിച്ചായിരുന്നു നേതൻ ചോദിച്ചത്. അതെ, ജോണും മെല്ലിയും അധികം താമസിക്കാതെ തന്നെ ഡിവോഴ്സ് ആവുകയാണ്. അതിനെക്കുറിച്ച് നേതന് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരുടെ വേർപിരിയലിനെ കുറിച്ചാണ് നേതൻ അവനോട് ചോദിച്ചത്. പക്ഷേ ജോണിന് അതിനെപ്പറ്റി അവനോട് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല. അതിനൊക്കെ ശേഷം അവർ ഡൈനിങ് ഹാളിൽ ഇരുന്നപ്പോഴാണ് അവരുടെ TV-യിൽ ഒരു വാർത്ത അവർ ശ്രദ്ധിച്ചത്. ഭൂമിയെ തൊട്ടടുത്ത് പാസ് ചെയ്ത് ഒരു ഉൽക്ക പോവുകയാണ്. അത് കാര്യമായിട്ട് നമ്മുടെ ഭൂമിക്ക് ഒരു ദോഷവും ചെയ്യത്തില്ലായിരിക്കും. എന്നിരുന്നാലും എല്ലാവരും ഒന്ന് ജാഗ്രതയോടെ നോക്കിയിരുന്നോളാനാണ് ആ വാർത്തയിൽ പറയുന്നത്. ആ ദിവസം രാത്രി ജോൺ താമസിച്ചത് അവൻ്റെ വീടിന് തൊട്ടുപുറകിലുള്ള മറ്റൊരു ഗസ്റ്റ് റൂമിലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ TV-യിൽ ഇന്നലെ കണ്ട പോലത്തെ ആ ഒരു വാർത്ത കാണാനിടയായത്. ഭൂമിയുടെ തൊട്ടടുത്തുകൂടെ ഒരു ഉൽക്ക പാസ് ചെയ്തു പോകും. പക്ഷേ ആ വലിയ ഒരു ഉൽക്കയുടെ ഒരു തരി ഭൂമിയിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും ആ ഒരു ചെറിയ കഷ്ണം ഒരിക്കലും ഭൂമിയെ വലിയ കാര്യമായിട്ട് ദോഷം ചെയ്യത്തില്ലെന്ന് വാർത്തയിൽ പറയുകയാണ്. ഈ കാര്യമെല്ലാം ജോൺ കാര്യമായിട്ട് തന്നെ വാർത്തയിൽ ശ്രദ്ധിക്കുകയാണ്. ജോൺ അവൻ്റെ മകൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പിലാണ്. പാർട്ടിക്ക് ഒരുക്കമായിട്ട് അവൻ്റെ വീടെല്ലാം വൃത്തിയാക്കുകയും ഭക്ഷണം വെക്കാനുള്ള ഗ്രില്ലെല്ലാം വൃത്തിയാക്കുന്ന ജോലിയിലാണ് ജോൺ. അപ്പോഴാണ് പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് എല്ലി അവൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് സ്റ്റോറിലേക്ക് പോകുമ്പോൾ ജോൺ അവൻ്റെ മകൻ നീതിനെയും കൂടെ കൂട്ടുന്നുണ്ട്. അവരിങ്ങനെ സാധനങ്ങൾ വാങ്ങാനായിട്ട് സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തുകയാണ്. വണ്ടിയിൽ നിന്നിറങ്ങി അവർ രണ്ടുപേരും ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു വലിയ ഉൽക്ക ആകാശത്തോട് പോകുന്നതാണ് അവർ കാണുന്നത്.
അവർ മാത്രമല്ല, ആ പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ആ വലിയ ഉൽക്ക ആശ്ചര്യത്തോടെ നോക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ടിട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഭയമൊന്നും തോന്നിയില്ല. കാരണം വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഉൽക്ക നമ്മുടെ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കും ഭൂമിക്കും ഒരു തരത്തിലുള്ള ഭീഷണിയും വരുത്തത്തില്ല എന്ന്. ജോണും നേതനും അങ്ങനെ സ്റ്റോറിൽ കയറി അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങുകയാണ്. സാധനങ്ങൾ വാങ്ങുന്നതിനിടയിലാണ് ജോണിന് അവൻ്റെ ഫോണിൽ ഒരു പ്രത്യേക രീതിയിൽ ഒരു എമർജൻസി അലേർട്ട് വന്നത്. ഫോൺ തുറന്നു നോക്കിയപ്പോൾ അതൊരു രീതിയിലുള്ള പ്രസിഡൻഷ്യൽ അലേർട്ടായിരുന്നു. അതായത് ചില തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്ന ഒരു വാർണിംഗ് സിഗ്നൽ. ആ ഒരു എമർജൻസി അലേർട്ടിന് തൊട്ട് പുറകെ തന്നെ ഒരു എമർജൻസി കോളും വരികയാണ്. ജോൺ ചുറ്റുപാടുമുള്ള ആൾക്കാരെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ചുറ്റുപാട് കൂടിയിരുന്ന ആ സ്റ്റോറിലുണ്ടായിരുന്ന മറ്റാർക്കും തന്നെ ആ ഒരു അലേർട്ട് വരുന്നില്ല. ജോൺ അങ്ങനെ ആ എമർജൻസി കോൾ എടുക്കുകയാണ്. ഒരു എമർജൻസി ഇവാക്യുവേഷൻ ടീമിൽ നിന്നുള്ള ഒരു കോളായിരുന്നു അത്. ആ ഒരു ഇൻ്റർസ്റ്റെല്ലർ കോമറ്റ് വരുന്നതിൻ്റെ ഭാഗമായി എമർജൻസി ആയിട്ട് ഒരു ഷെൽട്ടർ റീലൊക്കേഷൻ നടക്കുകയാണ്. അപ്പോൾ അതിൽ സെലക്ട് ആയവരുടെ കൂട്ടത്തിൽ ജോണും അവൻ്റെ ഫാമിലിയും പെടുന്നുണ്ട്. ഈ ഒരു കാര്യം അറിയിക്കാനായിരുന്നു അവർ ആ കോൾ ചെയ്തത്. ഇതേപോലത്തെ തന്നെ ഒരു എമർജൻസി അലർട്ട് ജോണിന് അവൻ്റെ വീട്ടിലെ അവൻ്റെ ഭാര്യയ്ക്കും കിട്ടുന്നുണ്ട്. അവരുടെ ടി വിയിൽ ഒരു സ്പെഷ്യൽ മെസ്സേജ് ആയിട്ടാണ് ആ അലർട്ട് വന്നത്. അവൻ്റെ ഭാര്യ എല്ലി പക്ഷേ ആ ഒരു മെസ്സേജ് ശ്രദ്ധിച്ചിട്ടില്ല. ജോണിന് അങ്ങനെ കാര്യങ്ങൾ ഏറെക്കുറെ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഭൂമി തൊട്ട് പാസ് ചെയ്തു പോകുന്ന ആ ഒരു വലിയ ഉൽക്ക അത് നമ്മുടെ ഭൂമിക്ക് ഒരു ഭീഷണിയായിരിക്കും. ആ ഒരു ഉൽക്ക കാരണം നമ്മുടെ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉറപ്പായിട്ട് നടക്കുമായിരിക്കും. അതിന് മുന്നോടിയായിട്ട് ഒരു പ്രിക്കോഷനായിട്ടായിരിക്കും ഗവൺമെൻറ്റും ഈ സംഘടനയും ഇങ്ങനെയൊരു റീലൊക്കേഷൻ നടത്തുന്നത് എന്നാണ് നമ്മുടെ ജോൺ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ജോൺ ഒട്ടും വൈകാതെ തന്നെ അവൻ ആ സ്റ്റോറിൽ നിന്ന് എടുത്ത സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അവൻ തിരിച്ച് വീട്ടിലേക്ക് അവൻ്റെ കാറിൽ പോകുമ്പോൾ അവൻ കാറിൽ ഇരുന്ന് തന്നെ ആകാശത്തേക്ക് നോക്കുന്നുണ്ട്. വലിയൊരു എമർജൻസിയുടെ ഭാഗമായിട്ട് ഫൈറ്റർ പ്ലെയിനുകളും ആർമിയുടെ ചില പ്രത്യേക പ്ലെയിനുകളുമെല്ലാം ഒരു ഭാഗത്തേക്ക് പറന്നു പോകുന്നതാണ് നമ്മുടെ ജോൺ കാണുന്നത്. ഇതൊക്കെ നേരിൽ കാണുന്ന ജോണിനും ഒരു തരത്തിൽ വെപ്രാളമാവുകയാണ്. ഉറപ്പായിട്ടും നമ്മുടെ ഭൂമിയിൽ എന്തോ ഒരു വലിയ കാര്യം നടക്കാൻ പോവുകയാണ്. ജോണും അവൻ്റെ മകൻ നേതനും അങ്ങനെ വീട്ടിലേക്ക് എത്തുകയാണ്. അന്ന് നേതൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ്റെ പാർട്ടിക്ക് വിളിച്ച ബന്ധുക്കളും അയൽക്കാരും എല്ലാം ഇപ്പോൾ അവൻ്റെ വീട്ടിലുണ്ട്. ബർത്ത്ഡേ പാർട്ടി തുടങ്ങാനായിട്ട് അവരെല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. ജോൺ പക്ഷേ വീട്ടിലേക്ക് കയറി ചെന്നത് അവൻ ആദ്യമേ ചെന്നത് അടുക്കളയിൽ അവൻ്റെ ഭാര്യ എല്ലിയുടെ അടുത്തേക്കാണ്. വന്നപാടെ എല്ലിയോട് അവൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരു പ്രസിഡൻഷ്യൽ അലേർട്ട് അല്ലെങ്കിൽ ഒരു എമർജൻസി അലേർട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അലേർട്ട് അവൾക്ക് കിട്ടിയോ എന്നായിരുന്നു അവൻ്റെ ചോദ്യം. എല്ലി അതുപോലെ ഒരു അലേർട്ട് ടി വിയിൽ വരുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അതൊരു ജനറലായിട്ടുള്ള ഒരു പബ്ലിക് അലേർട്ട് പോലെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് അവളത് അവഗണിക്കുകയായിരുന്നു. പക്ഷേ ജോൺ ഗൗരവത്തോടെയായിരുന്നു ആ കാര്യം പറഞ്ഞത്. ഞങ്ങൾ തിരികെ സ്റ്റോറിൽ നിന്ന് വരുന്ന വഴി എമർജൻസിയുടെ ഭാഗമായിട്ട് കുറച്ച് ഫൈറ്റർ പ്ലെയിനുകളും ആർമിയുടെ ചില വണ്ടികളും ഒക്കെ പോകുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു അപകടം നമ്മുടെ ഭൂമിയിൽ ആ കൊമറ്റ് കാരണം വരാൻ പോവുകയായിരിക്കും. അതിന് മുന്നൊരുക്കമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോണിൻ്റെ ആ ഒരു മറുപടി കേട്ട് എല്ലി ഒന്ന് ആശ്ചര്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അവർക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അവരുടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കാനായിട്ട് അവർ രണ്ടുപേരും അവരുടെ ഹാളിലേക്ക് ചെല്ലുകയാണ്. അവരുടെ ലിവിംഗ് റൂമിലുണ്ടായിരുന്ന ഗസ്റ്റുകളെല്ലാവരും തന്നെ ടി വിയിലുണ്ടായിരുന്ന വാർത്ത ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ പാസ് ചെയ്തു പോയ ആ വലിയ ഉൽക്കയുടെ ഒരു കഷ്ണം അത് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് വീണിരിക്കുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അത് വീണിട്ടുണ്ടെങ്കിലും സമുദ്രത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു വ്യത്യാസവും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും ആലോചിച്ച് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഇരുന്ന ആ ഒരു സ്ഥലം വലിയൊരു ഭൂമികുലുക്കമുണ്ടായി. ആ വലിയ ഭൂമികുലുക്കത്തിൽ വീട്ടിലെ സാധനങ്ങളെല്ലാം നിലത്ത് വീഴുകയാണ്. ജോൺ പെട്ടെന്ന് തന്നെ അവൻ്റെ വീടിന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആ ചുറ്റുപാട് നോക്കുകയാണ്. ആകാശത്തേക്ക് അവൻ നോക്കുമ്പോൾ കുറേ പക്ഷിക്കൂട്ടം ഒരു ദിശയിലേക്ക് മാത്രമായിട്ട് പറന്നു പോകുന്നു. ജോൺ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഷോക്ക് വേവ്, ആ ഒരു ഉൽക്ക ഭൂമിയിൽ വീണത് മൂലമുണ്ടായ ഒരു ഷോക്ക് വേവ് അത് ജോണിന് നേരെയും അവൻ്റെ വീട്ടിലേക്കും ആഞ്ഞടിക്കുകയാണ്. അകത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ആ ഒരു ഷോക്ക് വേവിൽ പെട്ടെന്നൊന്ന് തെറിച്ചു വീണു. ജോൺ തിരികെ അവൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് വീട്ടിൽ കൂടിയിരിക്കുന്ന ആർക്കും തന്നെ ഒരു കുഴപ്പമില്ല എന്നവൻ ഉറപ്പുവരുത്തി. അതിനുശേഷം അവരെല്ലാം ഒന്നുകൂടെ ആ ടി വിയിലെ ന്യൂസിലേക്ക് നോക്കുകയാണ്. ആ ഒരു ഉൽക്കയുടെ ഒരു കഷ്ണം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വീണത് മൂലം ഒരു വലിയ ഷോക്ക് വേവ് ഫ്ലോറിഡയിൽ എങ്ങും സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയ ഷോക്ക് വേവ് മൂലം തന്നെ കുറേ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറേ പേർക്ക് യാതൊരു കുഴപ്പവുമില്ല. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതേ ഉൽക്കയുടെ മറ്റൊരു കഷ്ണം ഫ്ലോറിഡ നഗരത്തിലേക്ക് വീണത്. ഈ തവണ അതിലും വലിയൊരു ഷോക്ക് വേവാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഉൽക്ക ആ ഒരു നഗരത്തിൽ വീണത് മൂലം 1000-ഓളം എണ്ണം വരുന്ന മനുഷ്യർ അവിടെ മരിച്ചു. ആ വീട്ടിൽ കൂടിയിരുന്ന എല്ലാവരും ഒരു ഭയത്തോടെയായിരുന്നു ആ വാർത്ത കേട്ടത്.
ഉൽക്കയുടെ മറ്റ് കഷ്ണങ്ങൾ ഭൂമിയിൽ മറ്റു ഭാഗങ്ങളിലേക്ക് വീഴുമെന്നായിരുന്നു അവരുടെ ഭയം. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്നാണ് ജോണിൻ്റെ ഫോണിലേക്ക് ഒരു തവണ കൂടി പ്രസിഡൻഷ്യൽ അലേർട്ട് വരുന്നത്. ഈ തവണ ആ ഒരു എമർജൻസി അലേർട്ട് നമ്മുടെ ജോണിന് മാത്രമാണ് വന്നത്. ജോണിനും പിന്നെ അവൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ടി വിയിലേക്കും ആ ഒരു പ്രസിഡൻഷ്യൽ അലേർട്ട് വരികയാണ്. ആ ഒരു അലേർട്ടിൽ പറയുന്നത് ജോണിനും അവൻ്റെ ഫാമിലിക്കും മാത്രമായിട്ട് ഷെൽട്ടർ റീലൊക്കേഷനിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു എന്നതാണ്. ഉൽക്ക വീണ് മറ്റ് അപകടങ്ങൾ ഇനി സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ US ഗവൺമെൻറ്റും മറ്റ് ഓർഗനൈസേഷൻസും പ്രത്യേകമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു തരത്തിലുള്ള ബങ്കർ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു വാസസ്ഥലം, അവിടേക്ക് സെലക്ട് ചെയ്യപ്പെട്ടവരാണ് ജോണും. അങ്ങനെയുള്ള മെസ്സേജ് കിട്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ബങ്കറിലേക്ക് അല്ലെങ്കിൽ ഒരു ഷെൽട്ടറിലേക്ക് പോകണമെങ്കിൽ അവർക്ക് ആദ്യമേ തന്നെ എത്തേണ്ടത് അവരുടെ തൊട്ടടുത്തുള്ള ഒരു എയർപോർട്ടിലേക്കാണ്. അതിനാവശ്യമായി സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരെയെല്ലാം ഒരു വലിയ പ്ലെയിൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ പ്ലെയിനിൽ കയറുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവരെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ QR കോഡും നമ്മുടെ ജോണിൻ്റെ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ആ വീട്ടിൽ കൂടിയിരുന്ന മറ്റു പലരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ജോണിനും കുടുംബത്തിനും അവൻ്റെ കാര്യത്തിൽ ഏതായാലും തീരുമാനമായി. ഇനി ഞങ്ങൾ ഓരോരുത്തരും ജീവനോടെ തന്നെ ഇരിക്കണമെങ്കിൽ ഞങ്ങൾ അത്യാവശ്യം എന്തെങ്കിലും ചെയ്യണമെന്ന് അവരെല്ലാവർക്കും മനസ്സിലായി. യാത്രയ്ക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള വസ്ത്രവും സാധനങ്ങളും എല്ലാം അവർ ഇപ്പോൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. പാക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നേതൻ്റെ ഇൻസുലിനും അവനാവശ്യമായിട്ടുള്ള മരുന്നുകളെല്ലാം പാക്ക് ചെയ്ത് വെക്കാനും അവൾ ഓർത്തു. ജോൺ ഫുഡ് പാക്ക് ചെയ്തുകൊണ്ട് വാർത്തയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തയിൽ മൊത്തം കാണിക്കുന്നത് ആ നഗരത്തിൽ നടക്കുന്ന വലിയ ദുരന്തങ്ങളുടെ കാഴ്ചകളാണ്. അപ്പോഴാണ് നേതൻ പുറത്തു നിന്ന് ജോണിനെ ഉറക്കി കരഞ്ഞുകൊണ്ട് വിളിച്ചത്. ആകാശത്ത് കത്തിയെരിഞ്ഞു നിൽക്കുന്ന മേഘങ്ങളും പൊടിപടലങ്ങളുമാണ് കാണാൻ സാധിച്ചത്. അത് കണ്ട് പേടിച്ചാണ് നേതൻ ജോണിനെ പുറത്തേക്ക് വിളിച്ചത്. ഏതായാലും പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം വണ്ടിയിൽ എടുത്തു വെച്ച് അവർ 3 പേരും അവരുടെ വണ്ടിയിൽ എയർപോർട്ടിലേക്ക് യാത്ര പോവുകയാണ്. പോകുന്ന വഴി ജോണിന് അവൻ്റെ കൂട്ടുകാരും അവൻ്റെ അയൽവക്കക്കാരുമെല്ലാം വീടിന് വെളിയിൽ നിൽക്കുന്നത് കാണുന്നുണ്ട്. അവർക്കൊന്നും ഏതായാലും ജോണിന് കിട്ടിയതുപോലുള്ള ഒരു പ്രസിഡൻഷ്യൽ അലേർട്ട് കിട്ടിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. അവർ പോകുന്ന വഴിയിൽ ജോണിൻ്റെ മറ്റൊരു കൂട്ടുകാരൻ അവരുടെ വണ്ടി തടയുന്നുണ്ട്. അയാൾക്ക് കിട്ടിയ ഒരു പുതിയ വാർത്തയാണ് അയാൾ ജോണിനോട് പറഞ്ഞത്. ആ ഒരു ഉൽക്കയുടെ ഏറ്റവും വലിയ കഷ്ണം ഭൂമിയിൽ 2 ദിവസത്തിനുള്ളിൽ വീഴും. ആ ഒരു ഉൽക്കയെ പ്ലാനറ്റ് കില്ലർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഭൂമിയെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു വലിയ ഉൽക്കയാണത്. അവിടെ നിന്ന് വീണ്ടും ജോൺ അവൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് യാത്ര തുടർന്നു. വീട്ടിൽ നിന്ന് കുറച്ച് മുൻപിലേക്ക് നീങ്ങിയപ്പോഴാണ് ജോണിൻ്റെ ഒരു സുഹൃത്തും അവൻ്റെ അയൽവക്കക്കാരനുമായ ഒരാൾ അവൻ്റെ ഫാമിലിയായിട്ട് ജോണിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്ന് ചാടിയത്. ജോണിൻ്റെ വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് അയാൾക്ക് ഒരു കാര്യം മാത്രമേ ജോണിനോട് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. അവർ പോകുന്നതിൻ്റെ കൂടെ തൻ്റെ മകളെയെങ്കിലും കൂടെ കൊണ്ടുപോകണം, അതിനെങ്കിലും അനുവദിക്കണമെന്നായിരുന്നു അയാൾ ജോണിനോട് അപേക്ഷിച്ചത്. പക്ഷേ ആ ഒരു കുട്ടിയും കൂടെ അവൻ്റെ കൂടെ കൊണ്ടുപോകാൻ ജോണിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവരെ ഒഴിവാക്കിയിട്ട് ജോൺ വണ്ടി മുൻപിലേക്ക് എടുത്തു. വണ്ടിക്കകത്തിരുന്നു കൊണ്ട് തന്നെ എല്ലി പറയുന്നത് അവരെ നമുക്ക് കൂടെ കൊണ്ടുപോകാമെന്നായിരുന്നു. അതിനും പറ്റിയില്ലെങ്കിൽ അവരുടെ കുഞ്ഞിനെയെങ്കിലും നമുക്ക് കൂടെ കൊണ്ടുപോകാമെന്നായിരുന്നു എല്ലി പറഞ്ഞത്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എല്ലി നന്നായിട്ട് ജോണിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരാളെയും കൂടെ കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും ആ ഒരു എയർപോർട്ടിൽ വെച്ച് നമുക്ക് ആ കുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ജോൺ പറയുകയാണ്. കാരണം ആ ഒരു പ്ലെയിനിൽ കയറാനുള്ള പാസ് കിട്ടിയിരിക്കുന്നത് ഇവർ 3 പേർക്കാണ്. ഇവർ 3 പേർക്ക് മാത്രമേ ആ പ്ലെയിനിൽ കയറാൻ സാധിക്കത്തുള്ളൂ. അവരങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിയിൽ സിറ്റിയിലുള്ള ആൾക്കാരും ജനങ്ങളുമെല്ലാം പേടിയോടെ വെപ്രാളപ്പെടുകയാണ്. ജോൺ അങ്ങനെ അവൻ്റെ വണ്ടി കൊണ്ട് മുൻപിലേക്ക് യാത്ര പോകുമ്പോഴാണ് മുൻപിൽ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് അവൻ കാണുന്നത്. വലിയൊരു ട്രാഫിക് ബ്ലോക്കാണ് തനിക്ക് മുൻപിലുള്ളത്. അതിനെ മറികടന്ന് പോകണമെങ്കിൽ കുറേയേറെ സമയമെടുക്കും. അതുകൊണ്ട് ജോൺ സൈഡിലുണ്ടായിരുന്ന മറ്റൊരു വഴിയിൽ ഒരു ഷോർട്ട് കട്ടിലൂടെ അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. അവർ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കാറിലെ റേഡിയോയിൽ നിന്ന് അവർ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലേക്ക് വീഴുന്ന ആ ഒരു വലിയ ഉൽക്കയ്ക്ക് ഭൂമിയിലെ മനുഷ്യവാസം തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു ഉൽക്കയാണ്. അവർ അങ്ങനെ ആ മിലിറ്ററി എയർബേസിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു എയർബേസ് മൊത്തം പട്ടാളക്കാരും മിലിറ്ററി ബേസും എല്ലാവരും അടങ്ങിയിരിക്കുകയാണ്. ആ മിലിറ്ററി എയർബേസിന് വെളിയിൽ ജനങ്ങളെല്ലാം തിങ്ങിക്കൂടി നിൽക്കുകയാണ്. പുറത്ത് കൂടി നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്കും അവിടെ നിന്ന് രക്ഷപ്പെടണം. പക്ഷേ ആ മിലിറ്ററി കാർ സെലക്ട് ചെയ്തവരെ മാത്രമാണ് അതിനുള്ളിലേക്ക് കയറ്റുന്നത്. വലിയൊരു ഇൻസ്പെക്ഷനും ചെക്കിങ്ങും എല്ലാം അവർ നടത്തുന്നുണ്ട്. അകത്ത് കയറ്റണമേ എന്ന് പറയുകൊണ്ട് പുറത്തു നിന്ന് ആൾക്കാർ മുറിവിളി കൂട്ടുന്നുണ്ടെങ്കിലും ആരെയും തന്നെ ആ പട്ടാളക്കാർ കയറ്റിവിടുന്നില്ല. അവരുടെ ഇടയിൽ കൂടെ തന്നെ ജോൺ അവൻ്റെ ആ QR കോഡ് അവൻ ആ പട്ടാളക്കാർക്ക് കാണിക്കുകയാണ്. അങ്ങനെ ആ വലിയ കൂട്ടത്തിനിടയിൽ നിന്ന് ജോണിനും അവൻ്റെ ഫാമിലിക്കും അകത്ത് കയറാനുള്ള ആ ഒരു സെലക്ഷൻ, ആ ഒരു പെർമിഷൻ കിട്ടി. പിന്നീടും അകത്ത് കയറി അവർ മുൻപിലേക്ക് പോയപ്പോൾ അവർ 3 പേർക്കുമായിട്ട് ഒരു റിസ്റ്റ് ബാൻഡ് അവർക്ക് കൊടുത്തു. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫിക്കേഷനുള്ള ഒരു പ്രത്യേക റിസ്റ്റ് ബാൻഡാണത്.
അതുമാത്രമല്ല, അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ചുരുക്കി ഒരൊറ്റ ബാഗിലേക്ക് ആക്കുമെന്നും അവർ നിർദ്ദേശിച്ചു. അവരുടെ സാധനങ്ങളെല്ലാം ഒരൊറ്റ ബാഗിലേക്ക് മാറ്റുമ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നേതന് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ അത് ആ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അത് അവരുടെ കാറിലുണ്ടോ എന്ന് നോക്കുന്നതിനായിട്ട് ജോൺ അവരെ അവിടെ നിർത്തിയിട്ട് ജോൺ മാത്രമായിട്ട് വെളിയിലേക്ക് പോയി. ഈ സമയം എല്ലി നേതനെയും കൂട്ടിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മിലിറ്ററി ഓഫീസറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നേതൻ വെളിയിൽ പോയ കാര്യവും തൻ്റെ മകന് ഡയബറ്റീസ് ആണെന്നുള്ള കാര്യവും എല്ലി ആ ഓഫീസറിനോട് പറയുന്നു. ഈ ഒരു വിവരം അറിയുന്ന ആ ഓഫീസർ ഇവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു സുപ്പീരിയർ ലേഡി ഓഫീസറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ആ ഓഫീസർ അവനോടൊരു കാര്യം പറയുന്നത്. ഇതുപോലെ ഹെൽത്ത് കണ്ടീഷൻ മോശമായ ആൾക്കാരെയും സിവിയർ മെഡിക്കൽ കണ്ടീഷനുള്ള ആൾക്കാരെയും ഞങ്ങൾ ഒരിക്കലും ഈ പ്ലെയിനിലേക്ക് കയറ്റത്തില്ല. മെഡിക്കലി ഫിറ്റായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഞങ്ങൾ ഈ പ്ലെയിനിൽ യാത്ര അനുവദിക്കത്തുള്ളൂ. എല്ലി പരമാവധി തൻ്റെ മകനെക്കുറിച്ചും അവളെക്കുറിച്ചും അവൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഓഫീസർ അവർ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. എല്ലിക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ആ പ്ലെയിനിൽ കയറാം, പക്ഷേ അവളുടെ മകൻ നേതനെ അവൾക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും ആ മിലിറ്ററി ബേസിന് വെളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ പട്ടാളക്കാർ. ഈ സമയം തന്നെ വണ്ടിയിലുണ്ടായിരുന്ന ഇൻസുലിൻ എടുത്തുകൊണ്ട് ജോൺ മിലിറ്ററി ബേസിനകത്ത് കയറിയിരുന്നു. അവിടെ ഒരു വലിയ പ്ലെയിനിൽ ആൾക്കാരെ നിറച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ ആ പ്ലെയിൻ ലക്ഷ്യമാക്കി മുൻപിലേക്ക് നീങ്ങി. എല്ലിയെയും നേതനെയും ആ മിലിറ്ററി ബേസിൽ നിന്ന് വെളിയിലാക്കി എന്ന വിവരം ഇതുവരെ ജോൺ അറിഞ്ഞിട്ടില്ല. ഇതൊന്നും അറിയാതെ തന്നെ ജോൺ ആദ്യമേ കണ്ട ആ ഒരു പ്ലെയിനിലേക്ക് കയറുകയാണ്. എല്ലിയെയും നേതനെയും ആ പ്ലെയിനിൽ എങ്ങും തപ്പി നടക്കുകയാണ് നമ്മുടെ ജോൺ. അങ്ങനെ തപ്പി നടന്നിട്ടും ആ പ്ലെയിനിൽ അവരെ കാണാനായിട്ട് അവന് സാധിച്ചില്ല. അങ്ങനെ ഒരു സൈഡിൽ അവരിങ്ങനെ ഒതുങ്ങിയിരുന്നപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പാസഞ്ചർ ജോണിൻ്റെ കയ്യിലുള്ള ഇൻസുലിൻ ശ്രദ്ധിച്ചത്. അപ്പോൾ അയാൾ ജോണിനോട് ഈ പ്ലെയിനിനകത്ത് കയറാൻ വേണ്ട മെഡിക്കൽ കണ്ടീഷൻസും മെഡിക്കൽ റൂൾസും എന്താണെന്ന് ജോണിനോട് പറഞ്ഞു. അപ്പോൾ മാത്രമാണ് ജോൺ അങ്ങനെയുള്ള റൂൾസിനെ പറ്റി അറിയുന്നത്. അപ്പോൾ തന്നെ ജോണിനൊരു കാര്യം മനസ്സിലായി. നേതനെയും എല്ലിയെയും അവർ ഉറപ്പായിട്ടും മിലിറ്ററി ബേസിനെ വെളിയിലേക്ക് വിട്ട് കാണും. ഈ പ്ലെയിനിൽ കയറാനായിട്ട് ഉറപ്പായിട്ടും അവരെ ഇവർ അനുവദിച്ച് കാണില്ല. ഉടൻ തന്നെ ജോൺ വെപ്രാളത്തോടെ ആ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇതേ സമയം പുറത്ത് തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾ അവിടുത്തെ വേലികൾ തകർത്ത് വിമാനത്താവളത്തിനുള്ളിലേക്ക് ആ റൺവേക്കുള്ളിലേക്ക് കയറി. ക്ഷുഭിതരായിട്ടുള്ള ആ ജനങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് അവർ മുൻപിൽ കണ്ട എല്ലാ പട്ടാളക്കാരെയും വെടിവെച്ചു കൊന്നു. ഇതേ സമയത്ത് ആ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരുന്ന ജോൺ ആ വിമാനത്തിന് പുറത്ത് ഫ്യുവൽ ലീക്കാകുന്നത് അവൻ ശ്രദ്ധിച്ചു. പുറത്താണെങ്കിൽ നല്ല വെടിവെപ്പാണ്. ഇതിൻ്റെ കൂടെ ഈ ഒരു ഫ്യുവൽ ലീക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു വലിയ സ്ഫോടനം ഉണ്ടാക്കും. ജോണി പറഞ്ഞത് കേട്ട് വിമാനത്തിനകത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം പേടിയോടെ പുറത്തേക്ക് ഇറങ്ങി ഓടി. കുറച്ച് ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഓടിയെങ്കിലും കുറേ പേരൊക്കെ അകത്ത് തന്നെയായിരുന്നു. പെട്ടെന്നാണ് ആ വിമാനം പൊട്ടി തകർന്നത്. ആ വിമാനം തകർന്നതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് വിമാനങ്ങളൊക്കെ കത്തിയമർന്നു. തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാത്തത് കൊണ്ടുള്ള വെപ്രാളത്തിലാണ് നമ്മുടെ ജോൺ ഇപ്പോൾ. ആ സമയത്ത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു മിലിറ്ററി ഓഫീസർ ഈ ഒരു കാര്യം കാണുന്നത്. ജോണിനെ കണ്ടപാടെ ഇത് എല്ലിയുടെ ഹസ്ബൻഡാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഓടി വന്ന് ജോണിനോട് കാര്യങ്ങൾ പറഞ്ഞു. മെഡിക്കൽ ചെക്കപ്പിൽ അവർക്ക് പാസ്സാകാൻ പറ്റാത്തതുകൊണ്ട് അവരെ റിജക്റ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മിലിറ്ററി ബേസിൽ നിന്ന് അവരെ പുറത്തേക്ക് പറയി വിട്ടിരുന്നു. ഈ എയർപോർട്ടിലെങ്ങും അവരിപ്പോൾ കാണത്തില്ല എന്ന് അയാൾ പറയുകയാണ്. ഇതേ സമയം നേതനെയും കൊണ്ട് വെളിയിലിറങ്ങിയ എല്ലി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരിക്കുകയാണ്. നേതനാണെങ്കിൽ ഡയബറ്റീസ് കാരണം അവൻ വളരെ ക്ഷീണിതനാണ്. അവനൊരു ഇൻസുലിൻ മരുന്ന് എടുത്താൽ മാത്രമേ അവനിനി മുൻപോട്ട് നീങ്ങാൻ സാധിക്കത്തുള്ളൂ. മിലിറ്ററിയുടെ എയർബേസിന് അവിടെ ഭയങ്കര തിരക്കാണ്. ജനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇങ്ങനൊരു വലിയ സ്ഫോടനവും ഉണ്ടായത്. അതിനിടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരാൻ ജോൺ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തിൻ്റെ ശ്രമത്തിനൊടുവിൽ ജോൺ ആ മിലിറ്ററി എയർബേസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. ജോൺ ഓടി അവൻ്റെ കാറിനടുത്തേക്ക് ചെല്ലുന്നു. കാറിനടുത്ത് ചെന്നപ്പോഴാണ് കാറിൽ ഒരു പേപ്പറിൽ ഒരു മെസ്സേജ് എഴുതി വെച്ചിരിക്കുന്നത് ജോൺ ശ്രദ്ധിച്ചത്. അത് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് എല്ലി എഴുതിയ ഒരു മെസ്സേജായിരുന്നു. അവൾ നേതനെയും കൂട്ടിക്കൊണ്ട് അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാണ് അതിൽ എഴുതിയത്. ഏതായാലും ജോണിനിപ്പോൾ അല്പം സമാധാനമുണ്ട്. അവരെ തേടി ജോൺ അങ്ങനെ അവൻ്റെ കാറിൽ യാത്ര തിരിക്കുകയാണ്. ഇതേ സമയം എല്ലി നേതനെയും കൊണ്ട് ഒരു ഫാർമസിയിലേക്ക് കയറുകയാണ്. ഫാർമസിയിൽ ഇപ്പം ആരും തന്നെ ഇല്ല. അവിടുത്തെ കടകളെല്ലാം ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. ആൾക്കാർ അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം മോഷ്ടിക്കുകയും ചെയ്യുന്നു. ഫാർമസിയിൽ കയറിയ എല്ലി നേതന് ആവശ്യമായിട്ടുള്ള ഇൻസുലിനും അവൻ്റെ ഷുഗർ ചെക്ക് ചെയ്യുന്ന മെഷീനും എല്ലാം ഉപയോഗിക്കുകയാണ്. അതിനുശേഷം നേതന് അവൾ ഇൻസുലിൻ കൊടുക്കുന്നു. അപ്പോഴാണ് ആ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലും അവർ നിന്നിരുന്ന ആ ഫാർമസിയിലും വലിയൊരു വെടിവെപ്പ് അവർ കേൾക്കുന്നത്. പുറത്തുണ്ടായിരുന്ന കുറച്ച് കള്ളന്മാർ തോക്കുമായിട്ട് അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ മോഷ്ടിക്കാൻ വന്നതാണ്. ഏതായാലും അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് എല്ലി നേതനെയും കൊണ്ട് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവർ ഓടി വരുന്ന വഴിയാണ് ഒരു ഫാമിലിയെ അവൾ കണ്ടത്.
അവരൊരു കാറിലായിരുന്നത് കൊണ്ട് അവർ പോകുന്ന വഴിയിൽ എലിയെ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഇറക്കി വിടാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു ആ കാറിൽ അവർക്ക് ലിഫ്റ്റ് കൊടുത്തത്. കാറിലായിരിക്കുമ്പോൾ അവർ തമ്മിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ പെട്ടെന്ന് തന്നെ അവരുടെ സ്വഭാവം മാറി അവർ വണ്ടി നിർത്തി കാറിനുള്ളിൽ നിന്ന് എലിയെ വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. അതിനുശേഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന റിസ്റ്റ് ബാൻഡ് വലിച്ചു പറിച്ചെടുത്ത് അവളുടെ മകൻ നേതനെയും കൂട്ടിക്കൊണ്ട് അവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. നേതൻ്റെ കയ്യിലും ഇവളുടെ കയ്യിലും റിസ്റ്റ് ബാൻഡ് ഉണ്ടായിരുന്നത് അവർ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ആ റിസ്റ്റ് ബാൻഡും നേതനെയും ഉപയോഗിച്ച് അവർക്ക് ആ പ്ലെയിനിൽ കയറി അവിടെ നിന്ന് ഗ്രീൻലാൻഡിലേക്ക് പോകാൻ വേണ്ടിയാണ് അവരുടെ പ്ലാൻ. തൻ്റെ മകനെയും തട്ടിക്കൊണ്ടുപോയത് ആ വഴിയിൽ നിന്ന് നോക്കി നിൽക്കാൻ അവൾക്ക് സാധിച്ചുള്ളൂ. ഇതേ സമയം തന്നെ ജോണിന് അവൻ്റെ കാർ ട്രാഫിക്കിൽ നിന്ന് കാർ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുകയാണ്. അതുകൊണ്ട് കാർ അവിടെ ഉപേക്ഷിച്ചിട്ട് മറ്റേതെങ്കിലും രീതിയിൽ അവൻ്റെ ഭാര്യയുടെ അടുത്ത് പോകാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. ജോൺ അങ്ങനെ ആരുടെയും സഹായം കിട്ടുമോ എന്ന് അവിടെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് അവന് പോകേണ്ട സ്ഥലത്ത് ആ വഴി മറ്റു കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് എന്നവൻ മനസ്സിലാക്കിയത്. അവരുടെ കൂട്ടത്തിലെ പ്രധാനിയായിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് ജോൺ ലിഫ്റ്റ് ചോദിക്കുകയാണ്. അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് അയാൾ ജോണിന് ലിഫ്റ്റ് കൊടുത്തു. അങ്ങനെ ജോൺ കുറച്ചു പേരുടെ കൂടെ അയാളുടെ ട്രക്കിൽ കയറി യാത്ര തിരിക്കുകയാണ്. ആ ട്രക്കിൽ ജോണിൻ്റെ കൂടെ തന്നെ കുറേ പേരും യാത്ര ചെയ്യുന്നുണ്ട്. അതിൽ കോളിൻ എന്ന യാത്രികനുമായിട്ട് ജോൺ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അയാളുമായി ജോൺ സംസാരിച്ചപ്പോഴാണ് ജോണിനൊരു കാര്യം മനസ്സിലായത്. ഈ ട്രക്കിൻ്റെ ഓണർ, അതായത് ഈ ട്രക്ക് ഡ്രൈവർക്ക് കാനഡയിൽ നിന്ന് ഗ്രീൻലാൻഡിലേക്ക്, അതായത് ആ ഷെൽട്ടർ അല്ലെങ്കിൽ ആ ഒരു ബങ്കറുള്ള സ്ഥലത്തേക്ക് പോകുന്ന പ്ലെയിനിനെ കുറിച്ച് അറിയാം. ഈ ട്രക്ക് യഥാർത്ഥത്തിൽ പോകുന്നത് കാനഡയിലേക്കാണ്. കാനഡയിൽ നിന്ന് ഗ്രീൻലാൻഡിലേക്ക് പോകുന്ന ഒരു വിമാനത്തെക്കുറിച്ച് ഈ ട്രക്ക് ഡ്രൈവർക്ക് അറിയാം. അതൊരു സ്പെഷ്യൽ വിമാനമാണ്. US ആർമിയുടെയോ മിലിറ്ററി ബേസിൻ്റെയോ സഹായം ഒന്നുമില്ലാതെ പ്രൈവറ്റായിട്ട് ഗ്രീൻലാൻഡിലേക്ക് പോകുന്ന ഒരു വിമാനം. കോളിൻ എന്ന് പറയുന്ന ആ ഒരു യാത്രക്കാരനും അങ്ങോട്ടേക്ക് തന്നെയാണ് യാത്ര തിരിക്കുന്നത്. അയാളുടെ ഫാമിലിയും അങ്ങോട്ടേക്ക് പോകാനായിട്ട് അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ട്രക്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ജോണിൻ്റെ കയ്യിലുള്ള റിസ്റ്റ് ബാൻഡ് കാണുന്നത്. അയാൾക്ക് ഏതായാലും കാര്യം മനസ്സിലായി. പ്രസിഡൻഷ്യൽ അലേർട്ട് കിട്ടിയ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ കൂടിയാണ് ജോൺ എന്ന്. ജോണിൻ്റെ കയ്യിൽ നിന്ന് ആ റിസ്റ്റ് ബാൻഡ് ചോദിച്ചു വാങ്ങാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ ജോൺ അവൻ്റെ റിസ്റ്റ് ബാൻഡ് കൊടുത്തില്ല. ആ റിസ്റ്റ് ബാൻഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ രണ്ടുപേരും ആ ട്രക്കിൽ വെച്ച് അടിയായി. ട്രക്കിൽ വെച്ച് അടിയായതോടുകൂടി ട്രക്കിൻ്റെ നിയന്ത്രണവും പോയിട്ട് ട്രക്ക് തല മറിഞ്ഞ് വീഴുകയാണ്. ട്രക്ക് മറിഞ്ഞ് വീഴപ്പോഴും ട്രക്കിൽ നിന്ന് തെറിച്ചു വീണ അവർ രണ്ടുപേരും പിന്നീടും അടിയുണ്ടാക്കി. അടിയുടെ ഇടയിൽ ജോണിന് വേറെ വഴിയില്ലാതെ വന്നപ്പോൾ ജോൺ അയാളെ കൊല്ലുകയാണ്. ആ ട്രക്ക് മറിഞ്ഞത് മൂലം കോളിനും മറ്റ് യാത്രക്കാരും എല്ലാം മരിച്ചു. ജോൺ ഏതായാലും ആ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ വഴിയിൽ കൂടെ നടക്കുന്ന എല്ലിക്ക് മറ്റൊരു കൂട്ടർ ലിഫ്റ്റ് കൊടുക്കുകയാണ്. അവരും പോകുന്നത് ആ ഒരു മിലിറ്ററി എയർബേസിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. നേതനെ തട്ടിക്കൊണ്ടുപോയവർ അങ്ങോട്ടാണല്ലോ പോയത്. അതുകൊണ്ട് എല്ലി അവരുടെ കൂടെ കൂടുന്നു. അങ്ങനെ നേതനെ തട്ടിക്കൊണ്ടുപോയവർ നേതനെയും കൂട്ടിക്കൊണ്ട് ആ മിലിറ്ററി എയർബേസിലേക്ക് കയറുകയാണ്. നേതൻ അവരുടെ മകൻ എന്ന് പറഞ്ഞാണ് അവർ ആദ്യമേ ആ എയർബേസിൽ കയറാൻ ശ്രമിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നേതൻ്റെ കയ്യിലുള്ള റിസ്റ്റ് ബാൻഡും അവർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നേതൻ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ പട്ടാളക്കാരനോട് അവർ തൻ്റെ മാതാപിതാക്കളല്ല എന്ന് നേതൻ ഉറക്കെ പറഞ്ഞു. നേതൻ്റെ വായിൽ നിന്ന് ആ സത്യം അറിഞ്ഞ ആ പട്ടാളക്കാരൻ്റെ കാര്യം മനസ്സിലാക്കുന്നു. അവർ രണ്ടുപേരും നേതനെ തട്ടിക്കൊണ്ടുവന്നതാണെന്ന്. പെട്ടെന്ന് തന്നെ ആ പട്ടാളക്കാരൻ എയർബേസിൽ നിന്ന് അവർ രണ്ടുപേരെയും വെളിയിലേക്ക് ആക്കുന്നു. അവിടെ ഒറ്റയ്ക്ക് നിന്ന നേതനെ ആ പട്ടാളക്കാരൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എല്ലി അങ്ങനെ അവസാനം മിലിറ്ററി എയർബേസിൽ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ ചെക്ക് പോയിന്റും യൂണിറ്റുകളും ആംബുലൻസും എല്ലാ വിധത്തിലുള്ള സ്ഥലവും നേതന് വേണ്ടി തിരയുകയാണ് എല്ലി. കുറേ നേരം തപ്പിയിട്ടും നേതനെ കണ്ടില്ല. അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ യൂണിറ്റിൽ, ഒരു മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് നേതനെ അവൾ കാണുകയാണ്. തൻ്റെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ എല്ലി അവനെ കെട്ടിപ്പിടിക്കുന്നു. നേതന് ഡയബറ്റീസ് ആണെന്നും അവന് ഇൻസുലിൻ്റെ ആവശ്യമുണ്ടെന്നും അവിടെ ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ നേഴ്സിനും മനസ്സിലായായിരുന്നു. അതുകൊണ്ട് അവൻ ആവശ്യമായ മരുന്നും ഇൻസുലിനുമെല്ലാം ആ നേഴ്സ് നേരത്തെ കൊടുത്തിരുന്നു. അതുകൊണ്ട് നേതനിപ്പോൾ ഒരു കുഴപ്പമില്ല, അവൻ ഓക്കെയാണ്. നേതനും എനിക്കും ഏതായാലും ജോണിനെ കൂടാതെ പ്ലെയിൻ മാർഗം ഗ്രീൻലാൻഡിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലിയുടെ അച്ഛൻ താമസിക്കുന്ന ഒർലാൻഡോ എന്ന സിറ്റി വഴി പോകുന്ന ഒരു മിലിറ്ററി ട്രാൻസ്പോർട്ടിലേക്ക് അവരെ കയറ്റി വിടാമെന്ന് ആ നേഴ്സ് പറയുന്നു. അതും കൂടാതെ നേതിന് ആവശ്യമായിട്ടുള്ള ഇൻസുലിനും അവൻ്റെ മെഡിസിൻസും എല്ലാം ആ നേഴ്സ് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ആ നേഴ്സിനോട് ഒരുപാട് നന്ദി പറയുകയാണ് എല്ലി. ഇതേ സമയം ട്രക്കിൽ നിന്ന് രക്ഷപ്പെട്ട ജോൺ എല്ലിയുടെ അച്ഛൻ താമസിക്കുന്ന ഒർലാൻഡോ എന്ന സിറ്റിയിലേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ്. ആ യാത്രക്കിടയിൽ അവന് വിശന്നപ്പോൾ ആരുമില്ലാതിരുന്ന ഒരു വീട്ടിൽ കയറി അവൻ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു. അപ്പോഴാണ് ആ വീട്ടിലെ ടിവിയിൽ നിന്ന് ഒരു വാർത്ത ജോൺ കേട്ടത്. 24 മണിക്കൂർ, വെറും 24 മണിക്കൂർ മാത്രമേ ഇനി സമയമുള്ളൂ. അപ്പോഴേക്കും ആ വലിയ ഉൽക്ക നമ്മുടെ ഭൂമിയിൽ വന്നിടിക്കും.
ചിലപ്പോൾ നമ്മുടെ ഭൂമിയുടെ അവസാനം തന്നെ ആയിരിക്കുമെന്ന് ആ വാർത്തയിൽ പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ ഭാര്യയും തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് കാനഡയിലേക്ക് ചെല്ലണം. അവിടെ നിന്ന് എത്രയും വേഗം ഗ്രീൻലാൻഡിലേക്ക് പോകണം എന്ന ലക്ഷ്യത്തോടെയാണ് ജോൺ ഇപ്പോൾ. ജോൺ ആ വീട് തപ്പിയപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് ഒരു കാറിൻ്റെ താക്കോൽ കിട്ടിയത്. പുറത്ത് കിടന്ന കാർ എടുത്തുകൊണ്ട് എല്ലിയുടെ അച്ഛൻ താമസിക്കുന്ന ഒർലാൻഡോ എന്ന നഗരത്തിലേക്ക് പോവുകയാണ് ജോൺ. അധികം വൈകാതെ തന്നെ ജോൺ ഒർലാൻഡോയിലെത്തി. എല്ലിയുടെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അവൻ ആദ്യമേ തിരക്കിയത് എല്ലിയും അവൻ്റെ മകൻ നേതനെയുമാണ്. എല്ലിയും നേതനും അവിടെ വന്നിട്ടില്ല എന്ന് എല്ലിയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ ജോൺ ഒന്ന് വെപ്രാളപ്പെടാൻ തുടങ്ങി. എല്ലിയുടെ അച്ഛനും ജോണും തമ്മിൽ പണ്ട് മുതലേ ചില പ്രശ്നങ്ങളുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് മുൻപോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള രണ്ട് സ്വഭാവക്കാരാണ്. പക്ഷേ അവർ രണ്ടുപേരെയും കണ്ടുപിടിക്കുന്ന കാര്യം വന്നപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കൂടി. അവരുടെ പിണക്കങ്ങളെല്ലാം പറഞ്ഞു മാറ്റി എലിയെയും അവൻ്റെ മകൻ നേതനെയും കണ്ടുപിടിക്കുന്നതിനായിട്ട് അവർ തയ്യാറെടുത്തു. ഇതേ സമയത്താണ് എല്ലിയും നേതനും ഒർലാൻഡോയിലെ ഒരു ഗ്യാസ് സ്റ്റേഷൻ അടുത്ത് അവരുടെ ബസ് അവരെ ഇറക്കി വിട്ടത്. ഉടൻ തന്നെ എല്ലി അവിടെ ഉണ്ടായിരുന്ന ഒരു ടെലിഫോൺ ബൂത്തിൽ കയറി എല്ലിയുടെ അച്ഛനെ ഫോൺ ചെയ്യുകയാണ്. എല്ലിയും നേതനും ഒർലാൻഡോയിൽ വന്നിട്ടുണ്ട് എന്ന വിവരമറിഞ്ഞ് ജോണും എല്ലിയുടെ അച്ഛനും അവരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയി. ജോണിനെ കണ്ടയുടനെ തന്നെ എലി ആദ്യമേ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം അവർ 4 പേരും ഒർലാൻഡോയിലുള്ള അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവർ TV-യിൽ ഒരു വാർത്ത കണ്ടു. ഗ്രീൻലാൻഡിലുള്ള ഷെൽട്ടറുകളെ പറ്റിയും ബങ്കറിനെ പറ്റിയുമുള്ള വാർത്തയായിരുന്നു അതിൽ. ആ ട്രക്ക് ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങളും US ഗവൺമെൻറ് നടത്താനിരുന്ന കാര്യങ്ങളുമെല്ലാം സത്യമാണെന്ന് അവർക്കങ്ങനെ ബോധ്യമായി. കാനഡയിൽ ചെന്നിട്ട് അവിടെ നിന്ന് പ്ലെയിൻ മാർഗം നമുക്ക് ഗ്രീൻലാൻഡിൽ ചെല്ലാൻ പറ്റുമെന്ന റിസ്കിനെ കുറിച്ച് ജോൺ എല്ലിയോട് പറഞ്ഞു. അതല്ലാതെ അവരുടെ മുൻപിൽ ഇനിയും വേറെ മാർഗങ്ങളില്ല. ഇതൊരു ഭാഗ്യ പരീക്ഷണം തന്നെയാണ്. ഒന്നെങ്കിൽ നമ്മൾ വിജയിക്കും. ഏതായാലും കാനഡയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവർ നടത്തി. അവർ പോകുന്നതിൻ്റെ കൂടെ എല്ലിയുടെ അച്ഛനോടും കൂടെ വരാനായിട്ട് അവർ നിർബന്ധിച്ചപ്പോൾ അയാൾ അതിന് സമ്മതിച്ചില്ല. അയാൾ ജനിച്ചു വളർന്ന നാടാണിത്. അയാൾ ജീവിച്ചതും ഇവിടെ തന്നെയാണ്. ഇനി മരിക്കുവാണെങ്കിലും ഇവിടെ തന്നെ മരിക്കുമെന്ന വാശിയിലായിരുന്നു അയാൾ. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് അകലെയായിട്ട് വലിയൊരു ഉൽക്ക ആ ഭൂമിയിൽ വന്ന് പതിച്ചത്. അത് വീണത് മൂലം അവരുടെ വീട്ടിലും ചുറ്റുപാടുമെല്ലാം വലിയ ഇളക്കമുണ്ടായി. അവർ നിന്നിരുന്ന വീട് തന്നെ ഒന്ന് കുലുങ്ങി. ഇനി അധികം നേരം നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിനി രക്ഷപ്പെടാൻ കഴിയത്തില്ല, ജോൺ എല്ലിയോട് പറഞ്ഞു. ജോണും എല്ലിയും നേതനും അവരുടെ കാറിൽ കയറിയിരുന്നു. സാധനങ്ങളെല്ലാം എടുത്തു വെച്ചപ്പോഴാണ് എല്ലിയുടെ അച്ഛൻ ഒരു വലിയ ഗണ്ണെടുത്ത് ജോണിന് നൽകിയത്. അവരുടെ യാത്രാമധ്യയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരുടെ സുരക്ഷയ്ക്കായിട്ടാണ് ആ ഒരു തോക്ക് നൽകിയത്. എല്ലിയുടെ അച്ഛനോട് അവരെല്ലാം വിട പറഞ്ഞ് അവർ അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. അവരുടെ യാത്രാമധ്യേ അവർ രണ്ടുപേരും അവർക്ക് തമ്മിലുണ്ടായിരുന്ന പിണക്കങ്ങളും അവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞു തീർത്തു. അങ്ങനെ അവർ കാറിൽ മുൻപിലേക്ക് പോയപ്പോഴാണ് അവരുടെ വണ്ടി പെട്ടെന്നൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോകുന്നത്. അവർ അങ്ങനെ മുൻപിലേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ഉൽക്കയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മുൻപിലുള്ള കാറിലും മുൻപിലുള്ള റോഡിലും വീണുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം കാറിൽ നിന്നിറങ്ങി ജീവനും കൊണ്ട് ഓടുന്നു. ഉടനെ ജോൺ അവൻ്റെ കാർ ആ റോഡിൽ നിന്നിറക്കി മറ്റൊരു വഴിയെ യാത്ര തുടരുകയാണ്. അവൻ പോകുന്ന വഴിയിലും സൈഡിലുമായിട്ടൊക്കെ ആ വലിയ ഉൽക്കയുടെ ചെറിയ കഷ്ണങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. മുൻപിൽ വീഴുന്ന ആ ഒരു ഉൽക്കയുടെ കഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ജോൺ അവൻ്റെ കാറ് ഒരു സൈഡിലേക്ക് ഒതുക്കി. കാറിൽ നിന്നിറങ്ങി അവർ 3 പേരും ഒരു ചെറിയ പാലത്തിനടിയിൽ ഒളിച്ചിരുന്നു. അപ്പോഴാണ് കത്തിയെരിയുന്ന ഒരു കാറിൽ പെട്ടുപോയ ഒരാളെ ജോൺ ശ്രദ്ധിച്ചത്. ജോൺ ഉടനെ തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്ന് ആ കാറിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കാനഡയിലേക്കുള്ള അവരുടെ യാത്ര അവർ തുടർന്നു. കാനഡയിലെ ആ ഒരു എയർപോർട്ടാണ് അവർ തപ്പി നടക്കുന്നത്. അവർ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ റേഡിയോയിൽ നിന്ന് നിരന്തരമായിട്ട് അവർ ഉൽക്കയെ പറ്റിയുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ ഉൽക്ക ഭൂമിയിലേക്ക് വീഴാൻ ഇനിയും അധിക സമയമില്ല. ആ ഒരു ഉൽക്ക ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ 75% ജീവജാലങ്ങൾ നശിക്കപ്പെടും. അവരങ്ങനെ എയർപോർട്ടിന് തൊട്ടടുത്തെത്തിയപ്പോഴാണ് അവർക്ക് മുകളിലൂടെ ഒരു എയ്റോപ്ലെയിൻ പറന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചത്. കാനഡയിൽ നിന്ന് ഗ്രീൻലാൻഡിലേക്ക് പോകുന്ന ആദ്യത്തെ പ്ലെയിൻ ആയിരുന്നു അത്. തൊട്ടടുത്ത് തന്നെ അടുത്ത പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നതും അവർ ശ്രദ്ധിച്ചു. ജോൺ അവൻ്റെ കാറ് റൺവേയിൽ വെച്ച് തന്നെ ആ പ്ലെയിനിന് പുറകെ സ്പീഡിൽ ഡ്രൈവ് ചെയ്തു. അവസാനം പ്ലെയിൻ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ട് മുൻപ് തന്നെയാണ് അവൻ ആ പ്ലെയിനിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തിയത്. കുറുകെ നിർത്തി കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിൻ്റെ പൈലറ്റും അതിൻ്റെ അധികാരികളുമെല്ലാം പുറത്തിറങ്ങി വന്ന് അവനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടു. പക്ഷേ ജോണിൻ്റെ ആവശ്യം അവനെയും അവൻ്റെ കുടുംബത്തെയും അവരുടെ കൂടെ പെടുത്തണമെന്നായിരുന്നു. പ്ലെയിനിൽ ഇനി ഒറ്റ ഒരാളെ പോലും കൂടുതൽ കയറ്റാൻ കഴിയത്തില്ല. ആ പ്ലെയിനിൻ്റെ ഫുൾ കപ്പാസിറ്റിയിലാണ് അവരിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അവസാനം ജോൺ കുറേയേറെ നിർബന്ധിച്ച് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെയും കൂടെ കയറ്റാമെന്ന് അവർ അങ്ങനെ സമ്മതിക്കുകയാണ്. ജോണും കുടുംബവും അങ്ങനെ ആ പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണ്. യാത്രക്കിടയിൽ ജോൺ ഉറങ്ങുമ്പോൾ അവൻ്റെ കുടുംബത്തിൻ്റെ കൂടെയുള്ള പഴയ കുറേ നിമിഷങ്ങളായിരുന്നു അവൻ സ്വപ്നം കണ്ടത്.
ഉറക്കം കഴിഞ്ഞ് ജോൺ എഴുന്നേറ്റപ്പോഴേക്കും ഗ്രീൻലാൻഡ് എത്താറായി. ഭൂമിയിലുള്ള മറ്റു സ്ഥലങ്ങൾ പോലെയല്ലായിരുന്നു ഗ്രീൻലാൻഡ്. ആ ഉൽക്കയുടെ പതനം ഗ്രീൻലാൻഡിൽ മാത്രം യാതൊരു നാശവും വരുത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച് സമാധാനിച്ച് അവർ മുൻപിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർ യാത്ര ചെയ്തിരുന്ന തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടലിൽ ഒരു വലിയ ഉൽക്ക വന്ന് പതിക്കുന്നത്. അത് വീണത് മൂലമുണ്ടായ വലിയൊരു ഷോക്ക് വേവ് അതിനു ചുറ്റും പടർന്നു. അതവർ യാത്ര ചെയ്ത പ്ലെയിനിനെ വലിയ രീതിയിൽ ആടിയുലച്ചു. അതിൻ്റെ കൂടെ തന്നെ അവരുടെ വിമാനത്തിൻ്റെ 2 എഞ്ചിനും ഇപ്പോൾ ഫെയിലായിരിക്കുകയാണ്. ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് ആ വിമാനം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം മുൻപിൽ കണ്ട ഒരു മലയുടെ ചെരുവിലേക്ക്, ഒരു നിരപ്പായ പ്രദേശത്തിലേക്ക് അവരുടെ വിമാനം ഇടിച്ചിറക്കുകയാണ്. വിമാനം ഇടിച്ചിറക്കിയത് മൂലമുണ്ടായ ആ വലിയ ആഘാതത്തിൽ ആ വിമാനത്തിൻ്റെ 2 പൈലറ്റും മരിച്ചു. അങ്ങനെ ജോണും അവിടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള യാത്രികരുമെല്ലാം അവിടെ വെളിയിലിറങ്ങുകയാണ്. അവർക്ക് തൊട്ടരികിലൂടെ ഒരു മിലിറ്ററി വിമാനം കടന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു മിലിറ്ററി ട്രക്ക് അവരുടെ അടുത്തേക്ക് വന്നത്. അവരോരോരുത്തരെയും ആ മിലിറ്ററി ട്രക്കിലേക്ക് കയറ്റി അവരെ ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ടുപോയി. അവരാ വലിയ ഷെൽട്ടറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഒരു വലിയ കഷ്ണം ഉൽക്ക, അവസാനത്തേതായിട്ടുള്ള ആ ഉൽക്ക ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. അധികം വൈകാതെ തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായി. അവിടെ കൂടിയിരുന്നവർ ഒട്ടും വൈകാതെ തന്നെ ആ ഷെൽട്ടറിനുള്ളിലേക്ക് ഓടിക്കയറുകയാണ്. ആ ഷെൽട്ടറിനകത്ത് കയറി അവരെല്ലാവരും അവരുടേതായ സ്ഥാനത്ത് പോയി പിടിച്ചിരിക്കുകയാണ്. അത്രയും വലിയ ഉൽക്കയാണ് ഭൂമിയിൽ വന്ന് വീണത്. അതുമൂലം ഉണ്ടാകാൻ പോകുന്ന ആഘാതവും അതും വലുതായിരിക്കും. അവരെല്ലാവരും ആ ഷെൽട്ടറിനകത്ത് ഇരുന്നപ്പോഴും ആ ഷെൽട്ടറിൽ ഒരു ചെറിയ കുലുക്കം തന്നെ ഉണ്ടായി. പക്ഷേ ആ ഷെൽട്ടറും ആ ഒരു ബങ്കറും അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചതുകൊണ്ട് അതിൻ്റെ ആഘാതം വലിയ രീതിയിൽ അതിനെ ബാധിച്ചില്ല. ആ വലിയ ഉൽക്ക വീണ സമയത്ത് ജോൺ അവൻ്റെ കുടുംബത്തെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ പണ്ടുണ്ടായിരുന്ന ചില നല്ല നിമിഷങ്ങൾ കടന്നുപോയി. അവൻ്റെ ഭാര്യയും കുഞ്ഞിനോടുമൊപ്പം ഉണ്ടായിരുന്ന ആ സന്തോഷകരമായ നിമിഷങ്ങൾ. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇപ്പോഴുള്ള നമ്മുടെ ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള ജീവജാലങ്ങളും ഇല്ല. ഭൂമിയിലുള്ള കെട്ടിടങ്ങൾ, റോഡുകൾ, എയർപോർട്ടുകൾ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും തകർന്നിരിക്കുകയാണ്. ഭൂമി ഇപ്പോൾ മനുഷ്യവാസയോഗ്യമല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ്. ആ വലിയ ഉൽക്കയുടെ ആഘാതത്തെ അതിജീവിച്ച പലരും പല ഭാഗങ്ങളിലായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. ഭൂമിയിലുള്ള ആ വലിയ റേഡിയേഷൻ്റെ അളവ് കുറഞ്ഞു എന്നറിഞ്ഞപ്പോൾ മാത്രമാണ് ഷെൽട്ടറിനുള്ളിലും ബങ്കറിനുള്ളിലും കഴിഞ്ഞ ആൾക്കാരെല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നത്. അങ്ങനെ ഒടുവിൽ മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ജോണും അവൻ്റെ കുടുംബവും ബാക്കിയുള്ള ആൾക്കാരുമെല്ലാം ഉണ്ടായിരുന്ന ഷെൽട്ടർ തുറന്നത്. അവർ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് നശിച്ച് വെറും പൊടി മാത്രമായിട്ടുള്ള ഭൂമിയാണ്. അവർ മുൻപിൽ കണ്ടിരുന്ന എല്ലാ സാധനങ്ങളും തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ മുൻപിലൂടെ ഒരു പക്ഷി പറന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചത്. അത് മുൻപോട്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യാശയായിട്ടായിരുന്നു കാണിച്ചത്. അതായത് ഭൂമിയിൽ വാസയോഗ്യമായ സ്ഥലങ്ങൾ ഇനിയുമുണ്ട് എന്നതിനൊരു അടയാളമായിരുന്നു അത്. ഭൂമിയിൽ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഗ്രീൻലൻഡിലുള്ള ആൾക്കാരെ പോലെ തന്നെ പല ഷെൽട്ടർ ഹോമും ബങ്കറുകളുമുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് റേഡിയോ സിഗ്നലുകളും വരുന്നുണ്ട്. ഭൂമിയിൽ അതിജീവിച്ച അവരെല്ലാവരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഭൂമിയിലുള്ള അവരെല്ലാവരും അവരുടെ പുതിയൊരു ജീവിതത്തിനായിട്ട്, പുതിയൊരു നിലനിൽപ്പിനായിട്ട് അവരെല്ലാവരും മുൻപോട്ടേക്ക് നീങ്ങുകയാണ്.